Hello everyone, welcome back to Salem Learning. It's me Anurakna, നിങ്ങളുടെ സ്വന്തം അനു മിസ് ആണ്. ഓക്കെ, അപ്പോൾ എൻ്റെ മക്കളെ ഒരുപാട് ആൾക്കാർ ചോദിച്ച ഒരു കാര്യമായിരുന്നു LCMും HCFും അല്ലേ, അതൊന്ന് പറഞ്ഞു തരും മിസ്സേ എന്നുള്ള രീതിയിൽ നമ്മൾ കമൻറ്റ് ബോക്സിൽ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ മക്കൾക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഇന്ന് ഈ ഒരു കാര്യമായിട്ട് വന്നത്. അപ്പോൾ കുറേ അധികം പേർക്ക് ഇപ്പോഴും കൺഫ്യൂഷൻ ഉള്ള ഒരു കാര്യമാണ് LCMും HCFും. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. നിങ്ങൾ ആ ഒരു ട്രിക്ക് മനസ്സിലാക്കിയിട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഏത് പ്രോബ്ലം കിട്ടിയാലും മക്കൾക്ക് എന്തായിരിക്കും, എളുപ്പമായിരിക്കും. ഓക്കെ, അപ്പോൾ അത് ഇന്ന് നമ്മൾ സിമ്പിളായിട്ട് സെറ്റ് ആക്കിയിട്ട് പോകും. ഓക്കെ, അപ്പോൾ ആദ്യം നമ്മൾ നോക്കുന്നത് LCMനെ കുറിച്ചാണ്, രണ്ടാമത് നോക്കുന്നത് HCFനെ കുറിച്ചാണ്. ഓക്കെ, അപ്പോൾ എന്താണ് LCM എന്ന് പറഞ്ഞാൽ? എന്താണ് LCM? യെസ്, നമുക്കറിയാം ലീസ്റ്റ് കോമൺ മൾട്ടിപ്പിൾ ആണ് അല്ലേ. എന്താണ് ലീസ്റ്റ് കോമൺ മൾട്ടിപ്പിൾ? ഏതെങ്കിലും നമ്പേഴ്സുകൾ തന്നു കഴിഞ്ഞാൽ, കുറച്ച് നമ്പേഴ്സുകൾ അല്ലെങ്കിൽ 2 3 നമ്പേഴ്സുകൾ തന്നു കഴിഞ്ഞാൽ അവരുടെ ഒരു കോമൺ മൾട്ടിപ്പിൾസ് ഉണ്ടാവും ഇല്ലേ. അതൊക്കെ നമ്മൾ ഫാക്ടേഴ്സ് എന്തൊക്കെയാണെന്നൊക്കെ പഠിക്കുമ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ നിങ്ങൾ കോമൺ മൾട്ടിപ്പിൾസിനെ കുറിച്ചൊക്കെ പഠിച്ചിട്ടുണ്ടാവും. ആ ഒരു കോമൺ മൾട്ടിപ്പിൾസിൽ ഏറ്റവും ചെറിയത് ആരാണോ അതാണ് ലീസ്റ്റ് കോമൺ മൾട്ടിപ്പിൾ ഓഫ് ദാറ്റ് നമ്പർ എന്ന് പറയുന്നത്. അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് ഇങ്ങനെ പറയുമ്പോൾ അതെന്താണെന്ന് മനസ്സിലായിരുന്നില്ലെങ്കിലും നമുക്കത് എന്ത് ചെയ്യാം, ഫാക്ടറൈസേഷൻ മെത്തേഡിലൂടെ ആ നമ്പേഴ്സിനെ നമുക്ക് ഫാക്ടറൈസ് ചെയ്തിട്ട് LCM കണ്ടുപിടിക്കാനും അതുപോലെ HCF ഒക്കെ കണ്ടുപിടിക്കാം. ഓക്കെ, അപ്പോൾ LCM എങ്ങനെ നമ്മൾ 2 നമ്പേഴ്സുകൾ തന്നു കഴിഞ്ഞാൽ കണ്ടുപിടിക്കും? ഇതാണ് നിങ്ങളെ കൺഫ്യൂഷൻ. വളരെ സിമ്പിളാണ്, ഒന്നുമില്ല. നമ്മൾ ഫാക്ടറൈസേഷൻ മെത്തേഡാണ് ഇവിടെ ചെയ്യുന്നത്. കൃത്യമായിട്ട് എൻ്റെ മക്കൾ എന്താക്കിയാൽ മതി, ശ്രദ്ധിച്ചാൽ മാത്രം മതി. ഓക്കെ, അതിൽ ആദ്യം ഞാനൊരു 2 എക്സാമ്പിൾ പറയുന്നുണ്ട്. ആദ്യത്തെ എക്സാമ്പിൾ 14ഉം 12ഉം ആണ്. 2 നമ്പേഴ്സേ ഞാൻ എടുത്തുള്ളൂ കേട്ടോ. 14ൻ്റെയും 12ൻ്റെയും LCM കണ്ടുപിടിക്കണം എനിക്ക്. ഞാൻ എങ്ങനെ കണ്ടുപിടിക്കും? നിങ്ങൾക്ക് അറിയുന്ന കാര്യമാണ് ഫാക്ടറൈസേഷൻ മെത്തേഡ് അല്ലേ. അപ്പോൾ 14ഉം 12ഉം എടുക്കുവാണ്. ഞാൻ ഒരുമിച്ചാണ് ഫാക്ടറൈസ് ചെയ്യുന്നത്. രണ്ടിനെയും വേറെ വേറെ അല്ല, ഒരുമിച്ച് ഞാൻ എന്ത് ചെയ്യാണ്, ഫാക്ടറൈസ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ഇതിന് എന്ത് ചെയ്യും, ഈ 2 നമ്പറിലും കോമൺ ആയിട്ട് പോകുന്ന പ്രൈം നമ്പേഴ്സ് ഏതാണ് എന്നാണ് ഞാൻ ആദ്യം ആലോചിക്കുക അല്ലേ. അപ്പം ഫാക്ടറൈസേഷൻ എന്ന് പറഞ്ഞാൽ പ്രൈം ഫാക്ടറൈസേഷൻ ആണ്. അപ്പോൾ പ്രൈം നമ്പേഴ്സ് കൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുക, ഡിവൈഡ് ചെയ്യുക. അപ്പോൾ എന്തായാലും ഇപ്പോൾ പ്രൈം നമ്പേഴ്സിൽ ഏറ്റവും ചെറിയ പ്രൈം നമ്പർ പോകുമോ ഇല്ലയോ എന്ന് നമ്മൾ ടെസ്റ്റ് ചെയ്യണം. ഏതൊക്കെയാണ് ആ പ്രൈം നമ്പേഴ്സ്? പ്രൈം നമ്പേഴ്സ് ഏതൊക്കെയാണ്? 2, 3, 5, 7, 9 ഇല്ല കേട്ടോ. 9 ഉണ്ടെന്ന് കുറച്ച് പേരെങ്കിലും ചിന്തിക്കും. 9 ഇല്ല, 11, ഇങ്ങനെ പോകും. ഇതാണ് പ്രൈം നമ്പേഴ്സ്. അപ്പോൾ അതിൽ 2 പോകുമെന്ന് നമ്മൾ നോക്കും. ആദ്യം 2 പോകുമോ? 2ലും ഡിവൈഡ് ചെയ്ത് പോകുമോ? പോകും. അപ്പോൾ 2ലും ഡിവൈഡ് ചെയ്യുന്നുണ്ടെങ്കിൽ മാത്രമാണ് നമ്മൾ എന്ത് ചെയ്തുള്ളൂ, ആ പ്രൈം നമ്പർ എഴുതുന്നുള്ളൂ. അപ്പോൾ 14ൽ 2 എത്ര ടൈംസ് പോകും? 7 ടൈംസ് പോകും. ശരിയല്ലേ? 12ൽ 2 6 ടൈംസ് പോകും. അപ്പോൾ എൻ്റെ മക്കൾ നോക്കണേ, ഈ 2 നമ്പറിലും 7ലും 6ലും ഒരുപോലെ പോകുന്ന ഏതെങ്കിലും കോമൺ ആയിട്ടുള്ള ആരുണ്ടോ, പ്രൈം നമ്പേഴ്സ് ഉണ്ടോ? 7ലും 6ലും ഒരുപോലെ പോകുമോ? 2 പോകുമോടാ? 2 6ൽ പോകും, പക്ഷെ 7ൽ പോവില്ല അല്ലേ. ഡിവൈഡ് ചെയ്ത് പോകുമോ? ഇല്ല. 3യോ? 3 6ൽ പോകും, അതേപോലെ തന്നെ 7ൽ പോവില്ല. പിന്നെ 7ൽ പോകുന്ന ആകെ 7 മാത്രമേ ഉള്ളൂ, പക്ഷെ അത് എന്തിലും പോവില്ല, 6ൽ പോവില്ല. അപ്പോൾ അവിടെ വെച്ച് നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും, സ്റ്റോപ്പ് ചെയ്യേണ്ടി വരും. ഇനി എൻ്റെ മക്കൾ എന്ത് ചെയ്താൽ മതി എന്നറിയോ? LCM അല്ലേടാ, LCM. അപ്പോൾ നമ്മൾ L ഷേപ്പിൽ മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ഈ L ഷേപ്പ് എന്ന് പറയുമ്പോൾ എങ്ങനെയായിരിക്കും മിസ് ചെയ്യുന്നത് വിചാരിക്കുന്നുണ്ടാവും അല്ലേ. ഇതാണ് നമ്മുടെ L, കാണുന്നുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അതാണ് നമ്മൾ L. അപ്പോൾ ആ Lൻ്റെ ഉള്ളിൽ കിടക്കുന്ന നമ്പേഴ്സുകൾ ആരാണോ അവരെന്ത് ചെയ്യുക, നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുക. ആരൊക്കെയാണ് നമ്പേഴ്സ്? 2 ഉണ്ട്, 7 ഉണ്ട്, 6 ഉണ്ട് അല്ലേ. അപ്പോൾ 2 × 7 × 6 ചെയ്താൽ ആൻസറായി. 2 × 7 എന്ന് പറഞ്ഞാൽ 14, 14 × 6 എത്രയാണ് വരിക? 84 എന്ന് കിട്ടിയിട്ടുണ്ടാവണം ഇല്ലേടാ, 84. അപ്പോൾ 14ൻ്റെയും 12ൻ്റെയും LCM എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? അത് 84 ആയിരിക്കും, ലീസ്റ്റ് കോമൺ മൾട്ടിപ്പിൾ. ഇതുപോലെ ഒരു കുഞ്ഞ് എക്സാമ്പിളൂടെ ഞാനിവിടെ കൊടുക്കുന്നുണ്ട്, 20ഉം 25ഉം. അപ്പോൾ അതാ 20ഉം 25ഉം എടുത്തു. 2ലും കോമൺ ആയിട്ട് പോകുന്ന പ്രൈം നമ്പേഴ്സ് ഏതൊക്കെയാണ്? ഏത് പോകും? 5 പോകും. 2ലും കോമൺ ആയിട്ട് 5 പോകും. ഈ പോകും എന്ന് പറയുന്നത് എന്താ? ഡിവൈഡ് ചെയ്ത് പോകും എന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. 2ലും കോമൺ ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നത് ആര്? അതാണ് 5. ഓക്കെ, അപ്പോൾ നോക്കടാ, 20ൽ 5 എത്ര ടൈംസ് പോകും? 4 ടൈംസ് പോകും. അതുപോലെ 25ൽ 5ഓ? 5 ടൈംസ് പോകും. ഇനി നോക്കടാ, ഈ പറയുന്ന 4ലും 5ലും ഇനി ഏതെങ്കിലും കോമൺ ആയിട്ട് വരുന്ന പ്രൈം നമ്പർ പോകുമോ? കോമൺ ആയിട്ട് 2ലും പോകുമോ? ഇല്ല.
അപ്പം നമുക്ക് എന്ത് ചെയ്യാം, അവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യാം. കോമൺ ആയിട്ട് പോകുന്നില്ല, അവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്തോ. എന്നിട്ട് എൻ്റെ മക്കൾ എന്ത് ചെയ്താൽ മതി, LCM ആയതുകൊണ്ട് L ഷേപ്പിൽ മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അപ്പോൾ നോക്കടാ, അവസാനം വരെ ചെയ്യണം ഇത്. അപ്പോൾ എന്തായിട്ട് മാറും, 5 × 4 × 5 ഇല്ലേ. 5 × 5 എത്രയാ, 25. ഈ 25നെ 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. എത്ര വരും, 100 എന്ന് വന്നിട്ടുണ്ടാകും. അപ്പോൾ സിമ്പിളായിട്ട് കണ്ടുപിടിക്കാൻ പറ്റുന്ന കാര്യമാണ്. ഒരു പക്ഷേ നിങ്ങൾ പഠിച്ച കൂട്ടത്തിൽ ഇത് വീണ്ടും എന്താക്കിയിട്ടുണ്ടാകും, 1 കിട്ടുന്നവരെ നമ്മളിങ്ങനെ നമ്മൾ ഫാക്ടറൈസ് ചെയ്ത് പോയിട്ടുണ്ടാവാം. പക്ഷെ അങ്ങനെ പോവാതെയും ഈ L ഷേപ്പിൽ മൾട്ടിപ്ലൈ ചെയ്താൽ LCM കിട്ടും. അതിന് അവസാനം വരെ എന്ത് വേണം, നമ്മൾ ചെയ്യണമെന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ആ ഒരു ട്രിക്ക് എൻ്റെ മക്കൾ എന്താക്കിയാൽ മതി, ഒന്ന് ഓർത്ത് വെച്ചാൽ മതി. ഇതുപോലെ സിമ്പിൾ ആണെടാ HCF. എന്തായിരിക്കും HCF എന്ന് പറഞ്ഞാൽ, ഹയസ്റ്റ് കോമൺ ഫാക്ടർ ആണ്. അപ്പോൾ നമുക്ക് ഏത് 2 നമ്പേഴ്സ് തന്നു കഴിഞ്ഞാലും അതിൻ്റെ കോമൺ ഫാക്ടേഴ്സ് കണ്ടുപിടിക്കാൻ അറിയാം അല്ലേ. ഒരു നമ്പർ തന്നു, വേറൊരു നമ്പറും തന്നു. ഈ 2 നമ്പറിൻ്റെയും കോമൺ ആയിട്ട് വരുന്ന ഫാക്ടേഴ്സ് അല്ലേ, 2 നമ്പറും കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന ഫാക്ടേഴ്സുകൾ നിങ്ങൾക്കറിയാം. അതിൻ്റെ രണ്ടിലും വരുന്ന ഒരുപോലെയുള്ള ഫാക്ടേഴ്സാണ് കോമൺ ഫാക്ടേഴ്സ് എന്ന് പറയുന്നത്. ഇതൊക്കെ നിങ്ങൾ പഠിച്ച കാര്യമാണ്. അതിൽ വരുന്ന ഹയസ്റ്റ് ആയിട്ടുള്ള കോമൺ ഫാക്ടർ ആരാണോ അതാണ് ഹയസ്റ്റ് കോമൺ ഫാക്ടർ. ഇതിപ്പം ഇങ്ങനെ പറയുമ്പം എൻ്റെ മക്കൾക്ക് മനസ്സിലാവുന്നില്ലെങ്കിൽ നമ്മൾ പ്രോബ്ലംസ് ചെയ്യുമ്പോൾ സെറ്റാവും. ഓക്കെ, മനസ്സിലാവാത്ത പ്രശ്നമൊന്നുമില്ല അല്ലേ. അങ്ങനെ പറയുമ്പോൾ മനസ്സിലാവാത്ത പ്രശ്നമൊന്നുമില്ല. ഏതെങ്കിലും 2 or 3 നമ്പേഴ്സ് എടുക്കുകയാണെങ്കിൽ അതിലുള്ള കോമൺ ഫാക്ടേഴ്സിൽ ഏതാണോ വലിയവൻ അതാണ് ഹയസ്റ്റ് കോമൺ ഫാക്ടർ. ഓക്കെ, അപ്പോൾ അതിനെ നമ്മൾ HCF എന്ന് പറയും. അതുപോലെ നമ്മൾ GCD എന്ന് പറയും. GCD എന്താ, ഗ്രേറ്റസ്റ്റ് കോമൺ ഡിവൈസർ എന്നാണ് കേട്ടോ പറയുക. അപ്പോൾ ആ ഒരു പേരും HCFന് ഉണ്ടെന്ന് എൻ്റെ മക്കൾ മനസ്സിലാക്കുക. അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഒരു എക്സാമ്പിൾ ചെയ്ത് നോക്കാം അല്ലേ. പക്ഷെ നേരത്തെ ചെയ്ത പോലെ നമ്മൾ L ഷേപ്പിൽ LCM മൾട്ടിപ്ലൈ ചെയ്ത പോലെ ഇവിടെ മൾട്ടിപ്ലൈ ചെയ്യരുത്. L ഷേപ്പിൽ മൾട്ടിപ്ലൈ ചെയ്യരുത്. പകരം എൻ്റെ മക്കൾ നോക്കടാ, ആദ്യം ഞാനിവിടെ 8 ഉം 12 ആണ് എടുത്തത്. രണ്ടിലെയും കോമൺ ആയിട്ട് പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്യണം. രണ്ടിലും 2 പോകൂലേ. അപ്പോൾ 2 എത്ര ടൈംസ് പോകും, 8ൽ 2 4 ടൈംസ് പോകും. 12ൽ 2 എത്ര ടൈംസ് ഡിവൈഡ് ചെയ്ത് പോകും, 6 ടൈംസ് ഡിവൈഡ് ചെയ്ത് പോകും. ഇനിയും നമ്മൾ നോക്കുകയാണെങ്കിലോ 2 ഇനിയും ഡിവൈഡ് ചെയ്ത് പോവില്ലേടാ. 4ൽ 2 ടൈംസ് പോകും, 6ൽ 2 3 ടൈംസ് പോകും. ഇനി പോവോ ഇല്ല. കാരണം 2ലും 3ലും കോമൺ ആയിട്ട് പോകുന്ന പ്രൈം നമ്പേഴ്സ് ഒന്നുമില്ല. അപ്പം നമ്മൾ എന്ത് ചെയ്യുക, അവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യുക. എന്നിട്ട് എൻ്റെ മക്കൾ എന്ത് ചെയ്യാന്നറിയോ, HCF കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി, ഈ ചരിഞ്ഞ് കിടക്കുന്ന നമ്പേഴ്സ് മാത്രം ശ്രദ്ധിക്കണേ. ആ ചരിഞ്ഞ് കിടക്കുന്ന നമ്പേഴ്സ് മാത്രം എന്ത് ചെയ്യുക, മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി, ആൻസർ 4 എന്ന് കിട്ടി. അപ്പോൾ HCF ഓഫ് 8,12 എന്ന് പറഞ്ഞാൽ ആരാണ്, 4 ആണ്. സിമ്പിളായിട്ട് കണ്ടുപിടിക്കാൻ പറ്റുന്ന കാര്യമാണ്. അത് L ഷേപ്പിൽ മൾട്ടിപ്ലൈ ചെയ്യേണ്ട, അത് LCMനാണ്. ചരിഞ്ഞ് കിടക്കുന്ന മാത്രം മൾട്ടിപ്ലൈ ചെയ്യുന്നത് ആർക്കാണ്, HCFനാണ്. ഓക്കെ, അപ്പോൾ അതുകൂടെ തന്നെ മക്കളൊന്നുകൂടെ ആലോചിക്കുക. ഇവിടെ ഒരു കുഞ്ഞ് എന്ത് തന്നിട്ടുണ്ട്, വീണ്ടും ഒരു എക്സാമ്പിൾ തന്നിട്ടുണ്ട്. 24ഉം 36ഉം രണ്ടിനെയും പ്രൈം ഫാക്ടറൈസ് ചെയ്ത് നോക്കിക്കുക, എന്ത് വരും. രണ്ടിലും 2 പോകും. അപ്പോൾ എത്ര ടൈംസ് പോകും, 24ൽ 2 12 ടൈംസ് പോകും. 36ൽ 2 18 ടൈംസ് പോകും. ഇനിയും നമുക്ക് എന്ത് ചെയ്യാം, ചെറുതാക്കാം. അപ്പോൾ അതാ 12ൽ 2 6 ടൈംസ് പോകും. 80ൽ 2 എത്ര ടൈംസ് പോവടാ, 9 ടൈംസ് പോകും അല്ലേ. 6ലും 9ലും കോമൺ ആയിട്ട് 2 പോകുമോ, ഇല്ല, 3 പോകും. അപ്പോൾ 3 എത്ര ടൈംസ് പോകും, 2 ടൈംസ് പോകും. 9ൽ 3 ടൈംസ് പോകും. ഇനി 2ലും 3ലും കോമൺ ആയിട്ട് ആരെങ്കിലും പോകുമോ, പ്രൈം ഫാക്ടേഴ്സ് ഒന്ന് മാത്രമേ പോകുള്ളൂ അല്ലേ. പ്രൈം നമ്പർ പോകൂല, 1 എന്ന് പറയുന്ന നമ്പർ മാത്രമേ പോകുള്ളൂ. 1 ഒരു പ്രൈം നമ്പർ അല്ല, അതുകൂടെ എൻ്റെ മക്കൾ ഓർമ്മ വെക്കണം. അപ്പോൾ ഇനി എന്ത് ചെയ്താൽ മതി, നമുക്ക് HCF കിട്ടാൻ ഈ ചരിഞ്ഞ് കിടക്കുന്ന നമ്പേഴ്സുകൾ മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അതാരൊക്കെയാടാ, 2ഉം 2ഉം 3ഉം അല്ലേ. ഇത് മൾട്ടിപ്ലൈ ചെയ്താൽ എത്ര കിട്ടും എന്നുള്ളത് എന്ത് ചെയ്യുക, അത് പറയണ്ട, എൻ്റെ മക്കൾക്ക് ഇപ്പോൾ കിട്ടിയിട്ടുണ്ടാവും. ആ കിട്ടിയ ആൻസർ ഒന്ന് കമൻറ്റ് ബോക്സിൽ പറയുക. അപ്പോൾ LCMഉം HCFഉം ഇതുപോലെ സിമ്പിളായിട്ടാണ് ചെയ്യാൻ പറ്റുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് മുന്നേ ചിലപ്പോൾ അറിയാത്തവരുണ്ടായിരിക്കും, അറിയുന്നവരും ഉണ്ടായിരിക്കും. അപ്പോൾ എൻ്റെ മക്കൾ ഒരുപാട് ആൾക്കാർ ഇതേപോലെയുള്ള സംശയങ്ങൾ ചോദിക്കുമ്പോഴാണ് എൻ്റെ മക്കൾക്ക് ഇതുകൂടി ഒന്ന് പറഞ്ഞു കൊടുത്താലോ എന്ന് മിസ്സിന് തോന്നുന്നത്. അപ്പോൾ എൻ്റെ മക്കൾ എന്ത് ചെയ്യുക, ഇതേപോലെ എൻ്റെ കുട്ടികൾക്ക് അറിയാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ കമൻറ്റ് ബോക്സിൽ പറയുക. അത് മാത്രമല്ല ഇതിൻ്റെ ആൻസറും നമ്മളെ കമൻറ്റ് ബോക്സിൽ ഉണ്ടായിരിക്കണം. ഓക്കെ, അപ്പോൾ മക്കൾക്ക് വേണ്ടിയിട്ടുള്ള ഇമ്പോർട്ടൻറ്റ് കണ്ടൻസുമായിട്ട് മിസ് അടുത്തൊരു ക്ലാസ്സിൽ വരുന്നതായിരിക്കും. അതുവരെ ബൈ ബൈ.